Hi students, good morning. Today I discussing about chapter 3 motion in a straight line. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ കണ്ടിന്യൂസ് ആയ ഭാഗങ്ങളാണ്. ഇതിനു മുമ്പേ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ചയായ ഭാഗങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ എന്നാണ് പറയുന്നത്. ഒരു ബോഡി സഞ്ചരിക്കുക. എയിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എയിന്ന് ബിയിലേക്കാണ് ബോഡി പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് എയിൽ ബിയിലേക്ക് പോകുമ്പോൾ സ്ഥാനമാറ്റുണ്ടായി. എ ടു ബി സ്ഥാനമാറ്റ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് nth സെക്കൻഡാണ്. ചിലപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്തത് ഇവിടുന്ന് 11 മണിക്ക് ഇവിടെ എത്തി. 11 മണിക്ക് എത്തിയെന്ന് വെച്ചോ. ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്ത് എത്തുന്ന സമയത്ത് 11 മണിയാന്ന് വെച്ചാൽ എന്നിൻ്റെ സ്ഥാനത്ത് 11 PM 11 AM കൊടുത്ത്. ഇനി തിരിച്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ 11 - 1 ദാറ്റ് ഈസ് 10 AM. അപ്പോൾ 10 മണിക്ക് മൂവ് ചെയ്ത് എവിടെ എത്തി? 11 മണിക്കെത്തി. അപ്പോൾ nth സെക്കൻഡ് എത്രയാ? 1 മണിക്കൂറാണ്. nth സെക്കൻഡ് എത്രയാ? 1 മണിക്കൂർ അല്ലേ? അതാണ് ടൈം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് നമ്മുടെ ടൈം. അപ്പോൾ ഒരു ബോഡി സ്ഥാനമാറ്റത്തിന് വിധേയമാകുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ടൈമാണ് ചോദിക്കുന്നത്. nth സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത് 10 സെക്കൻഡ് എന്ന് ഓർമ്മിച്ചാൽ മതി. 10 സെക്കൻഡ്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ട സെക്കൻഡ് 1 സെക്കൻഡ് അല്ലേ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തിയ ടൈം നമ്മളിപ്പോൾ ഉദാഹരണം 11 സെക്കൻഡ് കൊണ്ട് എത്തിയെന്ന് വെച്ചോ. 11 സെക്കൻഡ്. അപ്പോൾ ഇവിടെ എത്താൻ വേണ്ട ടൈം 11 സെക്കൻഡ് ആണെന്ന് അല്ലേ? ഇവിടെ എത്തി 11 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. അങ്ങനെയാണ് ഇവിടുത്തെ സെക്കൻഡ് എത്രയായിരിക്കും? 11 - 1 ദാറ്റ് ഈസ് 10 സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ ടൈം 10 സെക്കൻഡ്, ഫൈനൽ ടൈം 11 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിർത്തിക്കാൻ നമ്മുടെ സെക്കൻഡ് 1 സെക്കൻഡ്. ആ 1 സെക്കൻഡാണ് nth സെക്കൻഡ്. അപ്പോൾ ഒരു ബോഡി എയിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ട ടൈം എത്രയാണ്? nth സെക്കൻഡാണ്. nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സുമാർ പറയുന്നത് 1 സെക്കൻഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ട ടൈം ഡിസ്പ്ലേസ്മെൻറ്റിന് വിധേയമാക്കുന്ന സെക്കൻഡാണ് കാണുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയുക? കൺസിഡർ എ ബോഡി മൂവ്സ് ഫ്രം A to B with the initial time n-1 and final time n. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട n-1 is the initial position of particle in a time n-1. Then next n is the final position of a particle in a time n. അപ്പോൾ ഇവിടുത്തെ ടൈം n-1, ഫൈനൽ ടൈം n. അപ്പോൾ ഇവിടെ നിന്നത്തേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സ്ഥാനമാറ്റം ഉണ്ടാവും, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? S = ut + ½ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. നെക്സ്റ്റ് നമുക്കറിയാം ഇവിടെ ടി. ഫസ്റ്റ് നമുക്ക് T എത്രയാണ്? n ആണ്. ഫൈനൽ ടൈം n ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എസിൻ്റെ എടുക്കുക SN, യുവിൻ്റെ എടുക്കുക U തന്നെ, ടീൻ്റെ എടുക്കുക N എന്ന് എടുക്കുക, പ്ലസ് 1/2 A തന്നെ, ടീൻ്റെ സ്ഥാനത്ത് N കൊടുക്കുക. അപ്പോൾ n². ദിസ് നമ്പർ 1 ആയി. ഓക്കെ, നെക്സ്റ്റ് എന്നെ അടുത്ത ഇനീഷ്യൽ ടൈം പറയണം. ഇനീഷ്യൽ ടൈം പറയുമ്പോൾ ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് SN-1 U തന്നെ, ടീൻ്റെ സ്ഥാനത്ത് n-1 എന്ന് കൊടുക്കുക, n-1 എന്ന് കൊടുക്കുക, പ്ലസ് വരിക 1/2 A കൊടുക്കുക, ടീൻ്റെ സ്ഥാനത്ത് n-1² കൊടുക്കുക. ഇതേപോലെ മനസ്സിലായോ? ടീൻ്റെ സ്ഥാനത്ത് n-1 കൊടുക്കുക ഇനീഷ്യൽ ടൈം. ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് n-1² കൊടുക്കുക അല്ലേ? ദിസ് നമ്പർ 2 എന്ന് കൊടുക്കുക അല്ലേ? ഇനി ഇക്വേഷൻ നമ്പർ 1 - 2. ഇക്വേഷൻ നമ്പർ 1 - 2 ആണ്. ഇക്വേഷൻ നമ്പർ 1 - 2. 1 - 2 എന്ന് പറയുമ്പോൾ Sn-1 ദാറ്റ് ഈസ് SNth സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് SN എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക. SN എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. SN എത്രയാണ്? ഓക്കെ, SN - അല്ലേ? SN -
എസ് എൻ മൈനസ് എസ് വൺ മൈനസ് വൺ അല്ലേ. അപ്പോൾ എസ് nth ഈസ് ഈക്വൽ ടു എസ് എൻ. അപ്പോൾ എസ് എൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? യു ഇൻറ്റു എൻ പ്ലസ് ആർ എ എൻ ഇൻറ്റു എന്താണ്? ശ്രദ്ധിക്കണം, എന്താ? എസ് എൻ ഈസ് ഈക്വൽ ടു യു എൻ പ്ലസ് ആർ എ ഇൻറ്റു എന്താണ്? എൻ സ്ക്വയർ. ദിസ് എഴുതാം അല്ലേ, മൈനസ് ഇതാണ് എസ് എൻ. അപ്പോൾ എസ് എൻ കൊടുത്ത് മൈനസ് എസ് എൻ മൈനസ് വൺ നേരത്തെ പഠിച്ചല്ലേ, എത്രയാ? യു ഇൻറ്റു എൻ മൈനസ് വൺ പ്ലസ് ഹാഫ് എ എൻ മൈനസ് വൺ ഓൾ സ്ക്വയർ എന്ന് വരും. ഫുൾ ബ്രാക്കറ്റ് കൊടുക്കാം. ഇതെന്താണ്? എസ് എൻ ആണ്. ഇത് എസ് എൻ മൈനസ് വൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എസ് എൻ ഈസ് ഈക്വൽ ടു എന്താ വരിക? യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ അല്ലേ, ഫുൾ ബ്രാക്കറ്റ് കൊടുക്കുക. മൈനസ് ഇത് കൊടുക്കുക, മൈനസ് എന്താ? യു ഇൻറ്റു എൻ യു എൻ മൈനസ് യു ഇൻറ്റു മൈനസ് വൺ മൈനസ് യു പ്ലസ് ഇനി നമുക്കത് കൊടുക്കുക 1/2 എ എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ മൈനസ് എന്താ 2n പ്ലസ് 1 അല്ലേ, ഇങ്ങനെ കൊടുക്കാം. ഇത് പഠിച്ചിട്ടില്ലേ? എ മൈനസ് പി ഒ സ്ക്വയർ. എ മൈനസ് പി ഒ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എന്ന സ്ഥാനത്ത് എൻ സ്ക്വയർ, 2ab എന്ന് പറഞ്ഞാൽ 2, എ എന്ന് പറഞ്ഞാൽ n, ബി എന്ന് പറഞ്ഞാൽ 1, 2a 2n ഇൻറ്റു 1 2n പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, ദറ്റ് ഇസ് 1. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുക എസ് എൻ ഈസ് ഈക്വൽ ടു യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ അല്ലേ വരും മൈനസ് ഹാഫ് പിന്നെ തരും യു എൻ മൈനസ് യു പ്ലസ്. ഇനി ശ്രദ്ധിക്കുക, ഇതിനെ 1/2 എ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 എ എൻ സ്ക്വയർ 1/2 എ ഇൻറ്റു എൻ സ്ക്വയർ 1/2 എ എൻ സ്ക്വയർ. ഇനി 1/2 എ ഇൻറ്റു 2n 1/2 എ ഇൻറ്റു 2n. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം യു എൻ മൈനസ് 1 എഴുതി, അതിന് 1/2 എ കൊണ്ട് എൻ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 1/2 എ എൻ സ്ക്വയർ എന്ന് വന്ന് ഇനി 1/2 എ ഇൻറ്റു 2 എന്താണ്? അപ്പോൾ 1/2 എ ഇത് പിന്നെ ഇൻറ്റു 2n പ്ലസ് ഇനി 1/2 എ ഇൻറ്റു 1 അപ്പോൾ 1/2 എ ഇങ്ങനെയാണ് വന്നത്. അല്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്. ചോദിച്ചാൽ ഞാനൊന്ന് പറഞ്ഞു തരും, പഠിക്കുകയൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും പറയേണ്ടതാണ്. യെസ്, ഇനി ഇവിടെ നോക്കുക, നമുക്കിങ്ങനെ ഇല്ലട്ട് എസ് ആൻഡ് ഈസ് ഈക്വൽ ടു എന്താണ്? യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ ഫുൾ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്ത് മൈനസ് ഇനി ഇവിടെ ശ്രദ്ധിക്കുക യു എൻ മൈനസ് യു പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഇപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആവും. അപ്പോൾ എന്താണ്? എ എൻ വരും പ്ലസ് 1/2 എ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എസ് എൻ ഈസ് ഈക്വൽ ടു യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഇനി ഇത് ബ്രാക്കറ്റ് പോക്കുക, ഇത് ബ്രാക്കറ്റ് ഇല്ലാതാക്കുക. അപ്പോൾ മൈനസ് ഇതിന് മുമ്പിൽ എന്താ? പ്ലസ്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് യു എൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഇൻറ്റു യു എൻ ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് യു എന്ന് വരും. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1/2 എ എൻ സ്ക്വയർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത് നോക്കുക. ഇനി ഇവിടെ നോക്കുക മൈനസ് ഇൻറ്റു എന്താ? മൈനസ് പ്ലസ് എ എൻ യെസ്. ഇനി ഇവിടെ നോക്കുക പ്ലസ് എ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണം. യെസ്, ഇനി അടുത്ത് നോക്കുക മൈനസ് ഇൻറ്റു മൈനസ് അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് മനസ്സിലായില്ലേ? അപ്പം എന്താ? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് യു എൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് യു പിന്നെ മൈനസ് ഇൻറ്റു പ്ലസ് 1/a സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ എൻ
ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് -1/2a ഇങ്ങനെ. നെക്സ്റ്റ് നോക്കുക. ഇനി un ക്യാൻസൽ ആവും. 1/2an² 1/2an² ക്യാൻസൽ. ഓക്കെ. ഇനി അവിടെ എന്ത് വരുന്നത് നോക്കുക. ലാസ്റ്റ് എന്ത് വരുന്നത് എന്ന് നോക്കാം. എസ് നെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എസ് nth is equal to എന്താണ് ഇവിടെ വരിക. ഇവിടെ വരുന്നത് u. ഇനി ഇവിടെ വരുന്നത് +an -1/2a എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് ഇത് സെറ്റാക്കി ഇതിനെ സെറ്റാക്കുമ്പോൾ എസ് nth is equal to u അങ്ങനെ എഴുതുക. ഈ 1/2a കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 1/2a കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2n - 1 എന്ന് വരും. 2n - 1 ഇങ്ങനെ സെറ്റാക്കുക. ഇങ്ങനെ സെറ്റാക്കിയാൽ നമുക്ക് കിട്ടുന്നത് യുവിന് u തന്നെ. 1/2a × 2 എന്നാ 1/2a × 2 നോക്കുക. 1/2a × 2n എന്ന് പറഞ്ഞാൽ എന്താ. 2 × 2 ക്യാൻസൽ ആയിട്ട് a എന്ന് വന്നില്ലേ അതിതാ. ഇനി 1/2a × -1 -1/2a. ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി nth സെക്കൻഡ് ഓഫ് ദി മോഷൻ. അപ്പോൾ ഒരു ബോഡി nth സെക്കൻഡ് കൊണ്ട് എന്താ ഒരു സ്ഥാനമാറ്റത്തിന് വിധേയമായി. അങ്ങനെ സ്ഥാനം മാറുമ്പോൾ അവിടെ നിർത്തിക്കുന്ന ഒരു സ്ഥാനമാറ്റം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെ 2 മീറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് nth സെക്കൻഡാണ്. ആ nth സെക്കൻഡ് നമ്മൾ കാൽക്കുലേഷനിൽ കൂടി നമ്മൾ സുമാർ പറയുന്നത് ഒരു 1 സെക്കൻഡ് ആയിരിക്കും. ഒരു 1 സെക്കൻഡോട് 2 മീറ്റർ എത്തും എന്നർത്ഥം. ആ 1 സെക്കൻഡ് നമുക്ക് അറിയാതെ കൊണ്ട് അതെന്ത് പറയും. nth സെക്കൻഡ് പറയും. ദിസ് ഇക്വേഷൻ ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. എസ് nth is equal to u + 1/2a × 2n - 1. ഓക്കെ. ഇത്രയും കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. മനസ്സിലായല്ലേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിലേറ്റീവ് വെലോസിറ്റി. എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി ആണ്. എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി വെരി ഇമ്പോർട്ടൻ്റ് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി. എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റി. എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി. എന്താ റിലേറ്റീവ് വെലോസിറ്റി? ഒരു ബോഡി ഇതാണ് ഒരു ബോഡി എന്ന് വെച്ചാൽ ഇത് ഒരു ബോഡി ഇവിടുന്ന് എവിടെ പോകുന്നു ഇത്ര കിലോമീറ്റർ. ഇത് എ എന്ന് പറയുന്ന ഒരു ബോഡി. ഈ ബോഡി ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ x1 of 0 is the initial position of the first body. x1t is the final position of the first body. അപ്പോൾ ഇവിടുന്നോട്ടേക്കുള്ള വെലോസിറ്റി ഉണ്ടാവും. ഇവിടുന്നോട്ട് ഡിസ്വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്നോട്ടേക്ക് 2 മീറ്റർ എന്ന് വെച്ചോ. അപ്പോൾ ഇനീഷ്യൽ സെൻറ്റിമീറ്റർ 0. ഫൈനൽ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുന്നോട്ടേക്ക് എത്താൻ വേണ്ടി ടൈം 2 മീറ്റർ എത്താൻ വേണ്ടിയിട്ട് 3 സെക്കൻഡ് എടുത്ത് വെച്ചോ. അല്ലെ 2 മീറ്റർ എത്താൻ വേണ്ടി 2 സെക്കൻഡ്സ്. അതേപോലെ വേറെ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടെ പോകുന്നു ഇവിടെ പോകുന്നു. അപ്പോൾ സെക്കൻഡ് ബോഡിയാണ് റെപ്രസെൻ്റ് ചെയ്യുക x2 നടക്കുക. അപ്പോൾ x2 is the initial position of the first body, second body. ഇനി x2 of t is the final position of the second body അല്ലേ. അപ്പോൾ ഇത് പോകുന്നത് രണ്ടാളിത് ഏതാ ബോഡി ബി ആണ്. ഈ ബോഡിയുടെ പേര് എന്താ എ, ഈ ബോഡിയുടെ പേര് എന്താ ബി എന്ന് പറഞ്ഞാൽ ഈ ബോഡി എയിൽ നിന്ന് എന്താ ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് പോലെ എത്താൻ വേണ്ട സമയത്തെ 2 സെക്കൻഡ്. എത്ര മീറ്റർ അകലത്തിൽ പോയി 3 മീറ്റർ. എത്ര സെക്കൻഡ് 2 സെക്കൻഡ്. അതേപോലെ ഈ ബോഡി എത്രയാണ് 3 മീറ്റർ പോകാൻ വേണ്ടി എടുത്തിട്ട് സെക്കൻഡ് 3 സെക്കൻഡ്. ഇതാണ് ഇവിടുത്തേക്കുള്ള സെക്കൻഡ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ എ എന്ന് പറയുന്ന ബോഡി x1 of 0 is the initial position of first body in a time 0 ആവും. ഇനി x1 of t is the final position of the first body in a time t. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ട സമയം എത്രയാ 2 സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയാ? ഇപ്പോൾ ഇവിടുന്ന് 3 മണിക്ക് പോയാൽ 2 സെക്കൻഡ് ആകുമ്പോൾ എത്തി. അപ്പോൾ ഇനീഷ്യൽ ടൈം എത്രയാ 3 മണി. അപ്പോൾ ഫൈനൽ ടൈം
3 മണി 2 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡ്. അപ്പോൾ എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. കൂടിയത് 2 സെക്കൻഡ് അല്ലേ? അതുപോലെ ഇവിടുന്നോട്ടേക്ക് എത്താൻ വേണ്ട ടൈം എത്രയാ? 3 സെക്കൻഡ്. ദൂരം 2 × 3 മീറ്റർ. ഇവിടുന്നോട്ടേക്കുള്ള ദൂരം 3 മീറ്റർ. പക്ഷേ ഫസ്റ്റ് ബോഡി എടുത്ത ടൈം 2 സെക്കൻഡാണ്. 3 മീറ്റർ എത്താൻ വേണ്ടി എടുത്ത ടൈം 2 സെക്കൻഡാണ്. രണ്ടാമത്തെ ബോഡി എടുത്തത് 3 മീറ്റർ എത്താൻ വേണ്ടി എടുത്ത ടൈം എന്താണ്? 3 സെക്കൻഡാണ്. അപ്പോൾ ഇതിന് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്, ടൈമും ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. അതുപോലെ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ടൈമും ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. അപ്പോൾ ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവും, ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ഈ രണ്ട് വെലോസിറ്റി തമ്മിലൊരു ബന്ധമുണ്ടാവും. ആ ബന്ധമാണ് റിലേറ്റീവ് വെലോസിറ്റി. എന്താ? വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി റിലേറ്റീവ് ടു ദി വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് ആദ്യത്തെ ബോഡിൻ്റെ കാര്യം പറയാം. കൺസിഡർ എ ബോഡി എ മൂവ്സ് ഫ്രം one point to another point with the initial position x1 of 0 in a time 0 and final position the x1 of t is in a time t അല്ലേ? അപ്പോൾ ഇവിടെ നിന്നോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇക്വേഷൻ എന്താ? S = V × T അല്ലേ? V = നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? V = S/T എന്ന് പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ബോഡി ഈസ് ഗിവൺ ബൈ S = V × T. അപ്പോൾ ദിസ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. എസിൻ്റെ സ്ഥാനത്ത് എസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. S = എന്താ കൊടുക്കുക? x1 of t minus x1 of 0. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡി എന്ന് കാണിക്കണം. ഇത് x1 ഈസ് ദി ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബോഡി and x1 of t is the final position of second body. ഇനി v എന്ന് പറഞ്ഞാൽ എന്താണ്? va, വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി a. ഇനി t എന്ന് പറഞ്ഞാൽ എന്താ? t = എന്താ പറയുക? t = എന്താ? t എന്ന് പറയുമ്പോൾ എന്താ? t എന്ന് പറയുമ്പോൾ t തന്നെ. നെക്സ്റ്റ് ദിസ് ഇക്വേഷൻ നമ്പർ കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരുന്നത്? 2 in 1 എന്ന് വരും. 2 in 1. 2 എടുത്ത് 1 കൊടുക്കുക. അപ്പോൾ എസിൻ്റെ സ്ഥാനത്ത് x1 of t minus x1 of 0 ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? v into a into t. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ബോഡി x1 of t കാണണം അല്ലേ? അപ്പോൾ x1 of t ഈസ് ഈക്വൽ ടു ഈ മൈനസ് ടേം ഇപ്പോൾ അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ x1 of 0 പ്ലസ് വി എ ഇൻറ്റു ടി എന്ന് വരും. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് വരും. 2 അല്ല 3. ഓക്കെ, യെസ്. ഇനി അടുത്ത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ബോഡി. സെക്കൻഡ് ബോഡി പറയുമ്പോൾ എന്താണ്? നോക്കുക, ഇതേപോലെ എന്താണ്? x2 ഓഫ് ടി മൈനസ് എസിൻ്റെ സ്ഥാനത്ത് വരും. എസിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതേപോലെ എസിൻ്റെ സ്ഥാനത്ത് x2 of t minus x1 of t വരും അല്ലേ? അപ്പോൾ എസിൻ്റെ സ്ഥാനത്ത് x2 of t minus x1 of t വരും അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ വേണമെങ്കിൽ എഴുതുക. ഡിസ്പ്ലേസ്മെൻറ്റ് സെക്കൻഡ് ബോഡി കാണുമ്പോൾ s = v into t എന്ന് എഴുതുക. ഇനി ദിസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് വേണം എഴുതുക. ഇനി ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ബോഡി ബി. ബി എന്ന് പറയുന്ന ബോഡി എന്താ? ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ x2 of t minus x1 of t എന്ന് വരും. ഇനീഷ്യൽ പൊസിഷൻ x2 of 0 മനസ്സിലായോ? x2 of 0. അപ്പോൾ x2 of 0 is the initial position of second body. s2 of t is the final position of second body. s. ഇനി s അങ്ങനെയായി. ഇനി അങ്ങനെയാണ് b = എന്താണ്? സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി vb, വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി എന്ന് വരും. നെക്സ്റ്റ് ടി എന്താണ്? ടി തന്നെ. ടി = ടി. ദിസ് ഇക്വേഷൻ നമ്പർ കൊടുക്കുക 5 എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. 5 എടുത്തിട്ട് കൊടുക്കുക, 4 കൊടുക്കുക. അപ്പോൾ എസിൻ്റെ സ്ഥാനത്ത് വരും x2 of t minus x1 of t. x1 of 0 is equal to s2 of 0 is equal to എന്ത് വരും? ഇനി വിൻ്റെ സ്ഥാനത്ത് വരും vb എന്ന് വരും. ടീൻ്റെ സ്ഥാനത്ത് എന്താ? ടി എന്ന് വരും. ഇനി ഇവിടെ നിന്നോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എടുത്തൊരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദി സെക്കൻഡ് ബോഡി x2 of t കാണണം. അപ്പോൾ x2 of t is equal to
ഈ മൈനസ് ടേം ഇപ്പോൾ വരും. അപ്പോൾ x2 ഓഫ് 0 പ്ലസ് എന്ത് വരും വി ബി ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ നമുക്ക് എത്ര എടുക്കുക 6 എന്ന് കൊടുക്കാം അല്ലേ. ഇനി 3 ഇക്വേഷൻ നമ്പർ 3 കണ്ട് 3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് ബോഡി എന്ന് കണ്ടുപിടിച്ച് ഡിസ്റ്റൻസ് ഓഫ് ദി സെക്കൻഡ് ബോഡി കണ്ടുപിടിച്ച് ഇത് രണ്ടും ഒരുമിച്ച് എഴുതുക. ഓക്കെ, രണ്ട് ഇക്വേഷനും ഒരുമിച്ച് എഴുതുക. ഫസ്റ്റ് x1 ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 ഓഫ് 0 പ്ലസ് ആരാണ് വി എ ഇൻറ്റു ടി. ദിസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് അടുത്തത് എന്താണ് x2 ഓഫ് ടി ഈസ് ഈക്വൽ ടു x2 ഓഫ് 0 പ്ലസ് വി ബി ഇൻറ്റു ടി എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 4 അല്ലേ. ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3. ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3. ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3 വരും. ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3. 4 മൈനസ് 3. 4 3 ഓർക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓർക്കുക. അപ്പോൾ x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടി എന്ന് വരും ഈസിക്കൽ ടു. ലെഫ്റ്റിൽ നിന്ന് ഇത് ഓർക്കുക. റൈറ്റ് ഇതായിരുന്നു ഇത് ഓർക്കുക. x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0 പ്ലസ് ഇനി ഇതിൽ നിന്ന് ഓർക്കുക. അപ്പം എന്താ വി ബി ടി മൈനസ് വി എ ടി എന്ന് വരും. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടി ഈസിക്കൽ എന്ത് വരും x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0 ഈസ് പ്ലസ്. ഇനി ഇവിടെ ടീൻ്റെ ഇവിടെ ടീനെ പുറത്തെടുക്കുക. അപ്പോൾ വി ബി മൈനസ് വി എ ഇൻറ്റു എന്ത് വരും ടി എന്ന് വരും. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ നമുക്ക് കൊണ്ട് കൊടുക്കുക 7 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് മാത്രം എന്താണ് x2 ഓഫ് ദ എന്ത് കൊടുക്കുക x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടി ഈസിക്കൽ ടു എന്താ പറയുക എക്സ് ഓഫ് ടി എന്ന് പറയുക. എന്താണ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ ഫൈനൽ പൊസിഷൻ ഓഫ് 2 പാർട്ടിക്കിൾസ്. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ഫൈനൽ പൊസിഷൻ, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ അത് എക്സ് ഓഫ് ടി എന്ന് കൊടുക്കാം. നെക്സ്റ്റ് അതേപോലെ തന്നെ x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0 ഈസിക്കൽ ടു എക്സ് ഓഫ് 0 എന്ന് കൊടുക്കാം. ദിസ് ഇക്വേഷൻ രണ്ടും കൂടിയിട്ട് എന്താ 8 എന്ന് കൊടുക്കാം. x1 ഓഫ് 0 മൈനസ് x1 ഓഫ് അല്ലെ x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0 ഈസിക്കൽ എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് 2 പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് എക്സ് ഓഫ് 0. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇതെന്ത് കൊടുക്കാം ഈ സ്ഥാനത്ത് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് കൊടുക്കാൻ പറ്റും ഇതാ x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടിയുടെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി കൊടുക്കുക. അതുപോലെ x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0യുടെ സ്ഥാനത്ത് എക്സ് ഓഫ് 0 കൊടുക്കുക. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. 18 എടുത്ത് 7 കൊടുക്കുക. അപ്പോൾ ഇവിടെ വരും എക്സ് ഓഫ് ടി എന്ന് വരും ഇസിക്കൽ ടു. ഇനി ഇവിടെ വരും എക്സ് ഓഫ് 0 എന്ന് വരും പ്ലസ് എന്ത് വരും വി ബി മൈനസ് വി എ ഇൻറ്റു എന്താണ് ടി എന്ന് വരും. ഓക്കെ, അങ്ങനെ ചെയ്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൽ ഒരു ഭാഗത്തേക്ക് എടുക്കാം. അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ഈ പ്ലസ് പ്രമാണം മൈനസ് ആവും. അപ്പോൾ വി ബി മൈനസ് വി എ ഇൻറ്റു എന്താണ് ടി എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോൾ എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ബൈ എന്താണ് ടി എന്ന് വരും. ഈ ടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ വി ബി മൈനസ് വി എ എന്ന് വരും. ഓക്കെ, വി ബി മൈനസ് വി എ ഈസ് ദി റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വി ബി മൈനസ് വി എ എന്ന സ്ഥാനത്ത് കൊടുക്കുക വി എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ബൈ ടി. This equation gives a relative velocity. VBA minus VA എന്ന് പറഞ്ഞാൽ എന്താ VAB. Velocity of first body relative to the velocity of second body. That is relative velocity. This equation gives a relative velocity. Okay. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ട് ചോദിക്കണം. ഞാൻ പറഞ്ഞതാണ് എന്താ എന്തെങ്കിലും എഴുതിയിട്ട് പഠിക്കണം.
മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ.